നമുക്ക് എല്ലാ ജില്ലകളിലും സൈബർ സെല്ല് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും കൺസേൺഡ് കമ്മീഷണറുടെ കീഴിലാണ് സൈബർ സെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പം സൈബർ ക്രൈമിൻ്റെ 2008 സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ. ഇപ്പോൾ 12 വർഷത്തോളമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സൈബർ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല, സൈബർ സെല്ല് പോലും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് അവിടുത്തെ ക്രൈമുണ്ട്. ക്രൈം ഇവിടുത്തെക്കാളും കൂടുതലായിട്ടുള്ള ക്രൈമുകളുണ്ട്. പക്ഷേ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. സോ just to give an introduction about what cyber crime is, എന്താണ് സൈബർ ക്രൈം, അതിനുശേഷം how it affects you, what are the precautions that you should take, അങ്ങനെയുള്ള ഒരു just again a legal aspect of it, the addiction part of it, I'll be just covering it. പിന്നെ ഓരോരോ ഇതിലായിട്ട് കവർ ചെയ്യാം. So first of all, let me say world population comes to 7.7 billion. This is what I could understand from the statistical report. And by 2020, that is this year, half of the world's population will be connected to the mobile devices. ഇന്നിവിടെ മൊബൈൽ ഡിവൈസുകൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കണക്റ്റഡ് അല്ലാത്തവർ, ഇതുവരെ മൊബൈൽ ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതുവരെ മൊബൈൽ വിത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വിത്ത് ഇന്റർനെറ്റ് ഇല്ല, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സോ ഇന്ത്യ സ്റ്റാൻഡ്സ് സെക്കൻഡ് ടു ചൈന ഇൻ ദ യൂസ് ഓഫ് ഇന്റർനെറ്റ്. വൈ ഇന്ത്യ became second? Because population wise China is much higher than us. So why cyber crime is the fastest growing? മൂന്ന് ആസ്പെക്റ്റ് ആണ് അതിനുള്ളത്. ദ സ്പീഡ്, ദ കൺവീനിയൻസ് ആൻഡ് ദ അനോണിമിറ്റി. വലിയ ഫാക്ടേഴ്സ് ആണ് ഇത് മൂന്നും. ദ സ്പീഡ്, നമ്മളിപ്പോൾ 4G ആയി 5G ആയി, വി ആർ ഗോയിങ് അറ്റ് എ ബ്രേക്ക് നെക്ക് സ്പീഡ്. നല്ല സ്പീഡിലാണ് വെക്കേണ്ടത്. നമുക്ക് നേരത്തെയൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയങ്ങളോളം ഇരിക്കുന്നത്. നൗ ഇറ്റ്സ് ലൈറ്റ്നിങ് ഫാസ്റ്റ്. സോ അഗെയിൻ ദ കൺവീനിയൻസ് ഓഫ് യൂസിങ് ഇറ്റ്. നൗ എവറിബഡി ഹാസ് ഇന്റർനെറ്റ് ഇൻ ദ പോക്കറ്റ്. നേരത്തെ ഡെസ്ക്ടോപ്പിൽ പോകണം, സൈബർ എന്താണ് വാട്ട് യു കോൾ മറ്റുള്ള സൈബർ കഫേയിൽ പോകണം. നൗ വി ഹാവ് ഇറ്റ് ഇൻ അവർ ഫിംഗർ ടിപ്സ്. Now the last thing is the most critical thing is that anonymity. ഈ അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല, അറിയാതിരിക്കുക. ബീങ് അനോണിമസ്. അത് തന്നെയാണ് സൈബർ ക്രിമിനൽസിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റാണ് ഈ ഇൻ്റർനെറ്റിനുള്ളത്. So technology is not fast. So sitting in America you can commit a crime in India. Sitting in India you can commit a crime in China. Wherever you want, within seconds. So again jurisdictional difficulty ഉണ്ട്. അമേരിക്കയിൽ ഇരുന്ന ഒരാൾ ക്രൈം ചെയ്താൽ ഇവിടെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അഗെയിൻ ക്രോസ് കൺട്രി റിലേഷൻഷിപ്സും ട്രീറ്റീസും എല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ നിന്നൊരു ക്രിമിനൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ. സോ അഗെയിൻ ദിസ് അനോണിമിറ്റി, jurisdictional issue. അതുകൊണ്ടാണ് this crime has become fastest growing crime in the world. So how many hours do you spend in internet? Just a question to each and every one of you. How many hours? Can you just introspect yourself and say 0 hours? That's because you are lying before your teachers, I would say. You don't have phone, that's why. Okay. Just leave that scenario. When you go back to your home, how many hours you are going to spend? You don't have time. Busy studying. I don't. Again, statistics says that more than 6 hours we spend. More than 6 hours we spend through WhatsApp, through Facebook, in YouTube videos. This is what the statistics says. And in 1 minute, that's 60 seconds, what all things are happening in internet? I put it in a nutshell. What all, എന്തൊക്കെ സൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്? ഒരു 60 സെക്കൻഡിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ കാണുന്നത്. ഇത്രയധികം സൈറ്റിലോട്ടുകളാണ് we are using it. So most of our homes have become like this.
because our father is busy with mobile phone, mother is busy, and of course the children are busy with the games and all, and even the poor dog also has got a mobile phone. So that's the way it has become. എല്ലാ വീടുകളും അങ്ങനെയായി മാറിയിരിക്കുന്നു. ഇപ്പൊ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. My wife is a teacher. Of course, she is busy with all the groups, WhatsApp groups she have. When I go there, she is also busy with mobile phones. When I go home, I am also busy with my official calls, and when it comes to the children, no time to look after the children. So each and everybody, every home has become like this. No time for face-to-face interaction actually. So this is a theoretical cartoon that I downloaded. So we give children this gadget. കുട്ടികൾ അനങ്ങാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പം എങ്ങനെയാണ്? നേരത്തെ TV വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നേരെ മൊബൈൽ ഫോൺ കയ്യിലോട്ട് കൊടുത്തിട്ട് ഭക്ഷണം നേരെ വയലോട്ട് തള്ളി വെച്ച് കൊടുത്ത് അറിയത്തില്ല, അവർ ഇറങ്ങി പോയിക്കോളും. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ആ രീതിയിലോട്ട് നമ്മളുടെ ഡിജിറ്റൽ വേൾഡ് മാറിയിരിക്കുന്നു. It has become like that. So what is a digital footprint? എന്താണ് ഡിജിറ്റൽ ഫുട്പ്രിന്റ്? So what is footprint? നമ്മുടെ footprint or handprint, whatever say. So this is what you put on internet simply in this sense. ഇന്റർനെറ്റിൽ ഇതുവരെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? മൊബൈൽ ഫോണിൽ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എടുത്തിട്ടുണ്ട്. സോ എവ്രിബഡി ഹാസ് ഗോട്ട് എ ഡിജിറ്റൽ പ്രസൻസ് ഹിയർ. ഡിജിറ്റൽ ഫുട്പ്രിന്റ്സ് ഐ മീൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡിജിറ്റലായി. സോ യു കനോട്ട് ഡിലീറ്റ് ഇറ്റ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ സ്റ്റേ ദർ ഫോർ എവർ. സ്റ്റേ ദർ ഫോർ എവർ മീൻസ് എവർ. അത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ. ഈവൻ ഇഫ് യു ഡൗൺലോഡ് വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചോദിക്കുന്നത്? ആക്സസ് ടു യുവർ ഇമേജസ്, കോണ്ടാക്ട്സ്, ഫോട്ടോസ്, വീഡിയോസ്, എവറിത്തിങ്. സോ യു ഗീവ് ആക്സസ് ടു ദാറ്റ്. ഫ്രീ ആയിട്ട് ആക്സസ് കൊടുക്കുകയല്ലേ നിങ്ങൾ? വാട്സാപ്പ് ഫ്രീ ആണെന്ന് നിങ്ങൾ പറയും. ഫ്രീ ആണോ? സോ വാട്ട് ഡു യു പേ? നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ കോണ്ടാക്ട്സ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാണ്. Then talking about privacy, what is the point in talking about privacy? So you have compromised everything. എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. So that's what I'm saying. Once you become digital, there is no way out. Because നമ്മളെല്ലാം trapped ആയി കഴിഞ്ഞു. ഇന്റർനെറ്റിൽ we have all trapped. Facebook users എടുക്കുകയാണെങ്കിൽ India tops. India has the rare distinction of being the largest number of users. 2018 but 2020 is much bigger. Again the question is, ഇവിടെ ഫേസ്ബുക്ക് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? I don't think so. Instagram ആയിരിക്കും. ഇത് ആൾക്കോട്ട് പോയി. So now it has become Instagram, of course. Facebook നേരത്തെ ഓർക്കുട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടെ ന്യൂ ജനറേഷൻ ഓർമ്മ ഉണ്ടാവില്ല. ഓർക്കുട്ട് കഴിഞ്ഞു, ഫേസ്ബുക്കായി. ഇപ്പൊ ഫേസ്ബുക്കും പോയി ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറി. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, കൈകളിൽ ഇത്രയും പൊങ്ങിക്കഴിഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞപ്പോ എല്ലാ കൈയും താന്നു. സോ വെദർ ഇറ്റ് ഈസ് ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം, വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ പേയിങ് വിത്ത് യുവർ ഓൺ ഐഡന്റിറ്റി. ഇസ് ഇറ്റ് ഫ്രീ ഓർ നോട്ട്? ഫ്രീ ആണോ? വാട്ട് ഡു യു പോസ്റ്റ് ഇൻ ഇൻസ്റ്റാഗ്രാം? എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണത്? ലൈവ് സ്റ്റാറ്റസ്, 24 hours അപ്ഡേറ്റ്, ഇതൊക്കെയല്ലേ? അപ്പൊ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ്? ഹൂ യു ആർ? വാട്ട് ഡു യു ലൈക്ക്? വാട്ട് ഡു യു ബൈ? നിങ്ങളെല്ലാ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. സോ വാട്ട് ഡു ദേ ക്യാപിറ്റലൈസ്? എന്താണ് അവർ ക്യാപിറ്റലൈസ് ചെയ്യണത്? ദേ ടേക്ക് അപ്പ് ഓൾ ദിസ് ഡാറ്റ. ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അവരെന്താ ചെയ്യുന്നത്? വാട്ട് ഡു ദേ ഡു? They sell it to advertisers and they make millions. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ആമസോണിൽ എന്തിലും വേണമെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് the next minute what comes pop-ups as a window. നിങ്ങൾ പിന്നീട് ബ്രൗസ് ചെയ്യുമ്പോഴെല്ലാം even to your email this advertisement comes in. നിങ്ങൾ എന്ത് സെർച്ച് ചെയ്തോ അത് അപ്പം തന്നെ നിങ്ങൾക്ക് പോപ്പപ്പ് വിൻഡോസ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് വന്നിരിക്കും. ഇതെങ്ങനെ പോയി? ഫ്രം where did they get it? They sell it.
whatever നിങ്ങളുടെ ഡാറ്റ ഈസ് ഗോൾഡ് മൈൻ. എന്ത് ഡാറ്റയാണെന്ന് എല്ലാവർക്കും ഉണ്ട്. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ വാണ്ട് ടു നോ വേർ ദ മാർക്കറ്റ് ഈസ്, ഹു ഓൾ ലൈക്സ് അവർ പ്രൊഡക്ട്സ്, ഹു ഓൾ ആർ സെർച്ചിങ് അവർ പ്രൊഡക്ട്സ്. സോ വേർ ഡസ് ദ ഡാറ്റ കം ഫ്രം? യു ഗിവ് ഇറ്റ്. നിങ്ങളാണ് കൊടുക്കുന്ന ഡാറ്റ, അതാണ് അവർ മില്യൻസ് ഉണ്ടാകുന്നത്. So that's how all these social media platform works, whether it is Instagram, Facebook, or so. Before you share or before you post anything, just understand they are making millions with your likes or dislikes. Clear about it? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? So always be vigilant while you post, because there is another ഒരു പുതിയൊരു വിങ് ആണത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് എല്ലാം കേട്ടിട്ടുണ്ട്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം. വാട്ട് ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്? എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്? ടു സ്റ്റഡി അബൌട്ട് എ പേഴ്സൺസ്, ഒരാളുടെ എല്ലാ ഡീറ്റെയിൽസ്, അതായത് അയാളുടെ ആക്ടിവിറ്റീസ്, എല്ലാ ഓൺലൈൻ ബിഹേവിയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. എങ്ങനെ സ്റ്റഡി ചെയ്യാൻ പറ്റും? അയാളുടെ പോസ്റ്റിങ്സ് മാത്രം നോക്കിയാൽ മതി. ഏറ്റവും റീസെൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്ന തിരുവനന്തപുരത്താണ്. ഒരു കള്ളനെ പിടികൂടി, അതായത് വീട്ടിൽ കയറി മോഷണം നടത്തി. ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ കള്ളൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നത്, സാധാരണ വീട്ടിലിങ്ങനെ കളവുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെയാണ് ക്രൈം കമ്മിറ്റി ഉണ്ടെങ്കിൽ ഇയാൾ വതലോ ഡോർ എന്താണ് പൊളിച്ച് ഇവിടെ വന്നിട്ട് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് അപ്പം തന്നെ എത്രയും വേഗം രക്ഷപ്പെടും. പക്ഷെ ഈ ആള് നേരം വെളുക്കുന്നത് വരെ അവിടെ സ്പെൻഡ് ചെയ്തു. രാത്രി 10 മണിക്ക് കയറിയിട്ട് അവിടെ കയറി അവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് പാചകം ചെയ്തു, എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പുള്ളി ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഹി ഡിഡ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓൺ ദാറ്റ് പേഴ്സൺ, ഓൺ ദ ഓണർ ഓഫ് ദ ഹൗസ്. ഈസി ആയിട്ട് മനസ്സിലാക്കി. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാക്കി എന്താണ്, ഹി വാസ് ഗോയിങ് ഫോർ എ ട്രിപ്പ് ടു അതർ കൺട്രി. വേറൊരു രാജ്യത്തേക്ക് പോകാൻ ഈസി ആയിട്ട് പോസ്റ്റ്, ഫ്ലൈയിങ് ടു മലേഷ്യ, ഫ്ലൈയിങ് ഫ്രം നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഫീലിംഗ് ഹാപ്പി ആയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇത് മുഴുവൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ അവറിലും. സോ ഈ കുഡ് വെരി ഈസിലി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഓണർ വരുള്ളൂ. അത് വളരെ ഈസി ആയിട്ട്. സോ ദാറ്റ് ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ എവിടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഓരോ പോസ്റ്റിങ്ങിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും പോസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. സോ എ സ്റ്റോക്കർ ഓർ എ ക്രിമിനൽ, ഇറ്റ്സ് വെരി ഈസി. ദാറ്റ് ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വാട്ട് എവർ യു പോസ്റ്റ്, എക്സ്പെഷ്യലി ദ സ്റ്റാറ്റസ്. എന്ത് പോസ്റ്റ് ചെയ്താൽ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോളോ ചെയ്യുന്ന സ്റ്റോക്കർ, വാട്ട് ഈസ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയും. എന്താണ് സൈബർ സ്റ്റോക്കിംഗ്? വാട്ട് ഈസ് സ്റ്റോക്കിംഗ്? രഹസ്യമായിട്ട് നമ്മളെ പിന്തുടരുക. നേരത്തെ ഒരു ക്രിമിനലിന് ഒരാളെ ഫോളോ ചെയ്യണമെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യുക എന്ത് ചെയ്യണം? പേഴ്സണലായിട്ട് അയാളുടെ പുറകെ നടക്കണം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. നൗ he can very easily track, very easily know where he is at what point of time. അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സ്റ്റാറ്റസ് ഇടുമ്പോൾ be very careful about what you are posting, when you are posting, whether it is necessary or not. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസുകളിൽ നമുക്ക് ഒരുപാട് പീഡോഫൈൽസ് എന്ന് പറയും. കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിക്ക് ആയിട്ടുള്ള പീപ്പിളാണ് പീഡോഫൈൽസ്. യു നോ വാട്ട് ഈസ് പീഡോഫൈൽസ്? കേരളത്തിൽ ഇറ്റ് ഈസ് ദ 4th റെയ്ഡ് ദാറ്റ് വി ഹാവ് കണ്ടക്ട്. ഇറ്റ് ഈസ് കോൾഡ് ഓപ്പറേഷൻ പി ഹണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഓപ്പറേഷൻ പി ഹണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ആൾക്കാരാണ്, നമ്മൾ ആ പ്രൊഫൈലിലുള്ള ആൾക്കാരാണ്. നമ്മൾ അവരുടെ ഡിവൈസസ്, ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ്, വെൻ വി സീസ് ദ മൊബൈൽ ഫോൺസ്, those people were the perfect example, classic example of an ideal person living in a society. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത് കുട്ടികളുടെ വീഡിയോകൾസ് ആണ് കിട്ടിയത്. നമുക്ക് ഇന്റർപോളിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് അനുസരിച്ചുള്ള IP അഡ്രസ് വെച്ചിട്ടുള്ള ടാർഗറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ആ രീതിയിലുള്ള. സോ വാട്ട് വി സീ ഔട്ട്സൈഡ് അല്ല സൈബർ വേൾഡ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്, അനോണിമിറ്റി. വാട്ട് വി തിങ്ക് ഈസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ, നല്ലൊരു കുടുംബനാഥൻ, എല്ലാ. പക്ഷെ വെൻ വി ട്രേസ് ഡൗൺ ഹിസ് IP and when we took his home and took his gadgets and we examined that, even his family members, his wife, children, everyone went down. So അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഇതല്ല
cyber world, that is what I am saying. The anonymity is a very big factor in this committing in this crime. So many password you are not supposed to share. But it sounds silly. It sounds silly. So we had a good relationship. So most of the times relationship change even before the password does. Relationship they share the same passwords, they share everything, but relationship changes much faster. 90% cases. Most recent case is 17-year-old. 17-year-old. Plus one. It's a prominent school. It's a prominent school. 17-year-old, they in the month of June the school opens. They became very thick friends. In the month of July, they started exchanging photos and videos. August, the third month, they broke up. September, this fellow was sharing the same password and everything, posted in Instagram, all the videos and photos. So how long did the relationship start? Last 4 months. New generation relationship. So that's what I am saying. Passwords are like toothbrush. Do you share your toothbrush? So never ever share it. Because when you are in a relationship, everything is fine. You are like Alice in Wonderland. Within a month or 30 days, it changes and goes. So also, that's the only point where we can cases report. So be very careful about that. Again, relationship has got two shades. So very good or very bad. Here the best people, best people can swing from one side to other. Social media related complaints are relationship he posts all defamatory things. People come crying to us, please delete that, please delete my profile, they have posted that. So be very careful about when you are in a relationship. Don't ever digitalize your activities or photos. Selfie aspects selfie. I don't know why people have become so sick about selfies. I'll cover about selfies later. So again, while using a laptop or mobile phones, if you are not using the cameras, you can easily cover the cameras because your phone may be infected, your laptops may be infected through a malware or a virus, where the cameras can be activated. Camera on out. Security update it's not possible. Mobile laptop. If your device is infected by a virus or a malware, they can easily trigger open the cameras. Camera working all data mobile phone. So camera stickers Amazon is available camera stickers. Just a round plaster is there, you can paste it over there if you are not using it. So who is the most dangerous? Visible criminal or invisible criminal? Visible criminal at least features and say, so in the invisible part, the other person sitting there may be having the profile of a Shah Rukh Khan and chatting with you. What do you think? Is Shah Rukh Khan? പല കേസുകളിലും നമ്മൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ നേരിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ബോധം കെട്ട് വീഴുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് അത്രയ്ക്കധികം റിലേഷൻഷിപ്പായി എനിക്ക് ഇത് കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വന്ന് നേരിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി കുഴഞ്ഞു വീണു, ആൺകുട്ടി കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ കാണുന്നതിൽ that's what I am saying. So invisible criminal is more dangerous than the visible criminal. So be very careful about the persons you are going to meet before
once you chat and go. So again, reveal as much as needed. ഈ ഓൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് എന്താ, ഇന്നലെ എൻ്റെ പോസ്റ്റിങ്ങിന് എത്ര ലൈക്ക് കിട്ടിയെന്നാണ്. സോ ദാറ്റ് ഗിവ്സ് സം സാറ്റിസ്ഫാക്ഷൻ ടു അസ്. ഫേസ്ബുക്ക് ആ ഫെസിലിറ്റി എടുത്ത് കളയാണ്. കുറച്ച് കാലം കൂടെ ഉണ്ടാവുള്ളൂ ലൈക്ക് നമ്പർ ഓഫ് ലൈക്സ് കാണിക്കില്ല, ആ നമ്പർ ഓഫ് ഷെയർസും കാണിക്കില്ല. ആ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിൾ ഓഫ് മന്ത്സ് ഇറ്റ് വിൽ ബി കമ്മിങ്. സോ ലൈക്സ് വോണ്ട് ബി ദെയർ. ഇനി എത്ര ലൈക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല. അതിൽ നിന്നാണല്ലോ നമ്മുടെ ആ സ്റ്റാറ്റസ് സിമ്പിൾ വരുന്നത്. അപ്പോൾ I got 100 likes means something great has happened. So Facebook is going to take off that. എന്നാണ് അറിയാൻ സാധിച്ചത്. അഗൈൻ ജിയോ ടാഗിങ്. എവിടെ നിന്നാലും ആ ലൊക്കേഷൻ ടാഗ് ചെയ്യുക. ജിയോ ടാഗിങ് മനസ്സിലായില്ല. ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യില്ലേ? ഫീലിംഗ് ഹാപ്പി അറ്റ് ലുലു മോൾ, KFC ചിക്കൻ ഓർ വാട്ട് എവർ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ജിയോ ടാഗ് ചെയ്യുക. അതായത് എക്സാക്ട് ലൊക്കേഷനിലോട്ട് നമുക്ക് നമ്മളുടെ സ്റ്റോക്കർ ഓർ ക്രിമിനലിനെ എത്തിക്കാൻ പറ്റും ജിയോ ടാഗിങ് ഫെസിലിറ്റി. നമ്മൾ ഏത് പോയിന്റ് ഓഫ് ഇവിടെ നിന്നിട്ട് ഞാൻ ജിയോ ടാഗ് ചെയ്യാം, ടേക്കിംഗ് ക്ലാസ് അറ്റ് ലിസി ഹോസ്പിറ്റൽ സോ ആൻഡ് സോ ഓഡിറ്റോറിയം ടു ദിസ് മീൻസ് എൻ്റെ എക്സാക്ട് ലൊക്കേഷനാണ് കിട്ടുന്നത് സാറ്റലൈറ്റ് വഴി, എക്സാക്ട് ലൊക്കേഷൻ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ എന്ത് കിട്ടും? നിങ്ങളെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം, കറക്റ്റ് എക്സാക്ട് സ്പോട്ടിലെത്താം. Crime can be committed very easily. So enable it only when it is required. ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഉപയോഗിക്കുക. നെക്സ്റ്റ്, നമ്മൾ എല്ലാവരും ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്സ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ലാസ്റ്റ് ഇയർ ദർ വാസ് എ വെരി ബിഗ് മാൽവെയർ ഡിസ്ട്രിബ്യൂട്ടിംഗ്. അത് റാൻസം വെയർ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? റാൻസം വെയർ അല്ല, വാനക്രൈ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കേട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും മെഡിക്കൽ ടേംസ് മാത്രമേ നിങ്ങൾക്ക് വേറൊന്നും അറിയില്ല. സോ ബിക്കോസ് ഞാൻ പറയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്? ആണോ? വിൻഡോസ് എന്താണെന്നറിയോ? ഇതല്ല, ഈ ജനലല്ലേ ഞാൻ പറഞ്ഞു. ഇത് ലാപ്ടോപ്പ് യു ആർ യൂസിങ് വിൻഡോസ്. ഏത് വെർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസിന്റെ? ഏതാ? 7 ഔട്ടായി. അറിയോ? ഈ കഴിഞ്ഞ ആഴ്ച പത്രത്തിലുണ്ടായി, വിൻഡോസ് 7 മൈക്രോസോഫ്റ്റ് നിർത്തി. ഇനി അതിന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഫീച്ചർ അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാലും അവരതിന് പാച്ച് തരില്ല. അതായത് ജസ്റ്റ് വൾണറബിലിറ്റി എന്ന് പറയും. അതായത് അതിൽ എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറയുന്നത്, എന്തെങ്കിലും ആ സോഫ്റ്റ്വെയർ റണ്ണിങ്, അതായത് ഇതിലാണല്ലോ റൺ ചെയ്യുന്നത് വിൻഡോസ് 7 അതിന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഫ്ലോ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഈ പറയുന്ന ഹാക്കേഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 വർഷം മുമ്പാണ് ഈ വാനക്രൈ എന്ന് പറഞ്ഞ വാനക്രൈ WANNA വാനക്രൈ റാൻസം വെയർ എന്ന് പറയും. ഇതുണ്ടായത് മിക്ക ഹോസ്പിറ്റൽസ്, മിക്ക വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എല്ലാം ഉപയോഗിച്ചിരുന്നത് വിൻഡോസ് XP ആയിരുന്നു. XP കേട്ടിട്ടുണ്ടോ? വിൻഡോസ് XP നേരത്തെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലെ സെക്യൂരിറ്റി ഫ്ലോ ഒരു ദിവസം രാവിലെ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലെ വന്ന് ഓഫീസ് തുറന്ന് കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജാണ് വരുന്നത്, യു ഹാവ് ടു പേ റാൻസം വെയർ എന്ന് പറയും. ഇത്ര പൈസ കൊടുത്താലേ നിങ്ങളുടെ ഫയൽസ് എല്ലാം ഓപ്പൺ ആവുള്ളൂ. അത്രേ ഉള്ളൂ സിമ്പിൾ സെൻസിൽ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിലും പ്രശ്നം. ഫോർ എക്സാമ്പിൾ നാളെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടേഴ്സ് ഒന്നും ഓണാവുന്നില്ല, നിങ്ങൾ ഇത്ര പൈസ കൊടുത്താലേ അത് തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇത്ര ബിറ്റ് കോയിൻസ് കൊടുക്കണം. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഫോർ എക്സാമ്പിൾ XP എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നതാണ് 2 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ സിറ്റിയിലെന്നല്ല മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടം പല സ്ഥാപനങ്ങൾക്കും ഉണ്ടായി. ആശുപത്രികൾ, സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എല്ലാം ലോക്ക്ഡൗൺ. വാനക്രൈ എന്ന മാൽവെയർ അറ്റാക്ക് ആയിരുന്നു അത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ റീസെന്റ് 2020 വരാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത്. വിൻഡോസ് 7 ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് മാറ്റിക്കോ, ലേറ്റസ്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഈ വർഷം ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. നിങ്ങളുടെ ഡാറ്റ എല്ലാം പോകും, എല്ലാം ലോക്കായി പോകും. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് വിൻഡോസ് 7 ഉണ്ടായ 2 ആഴ്ച മുമ്പ് ജനുവരി 14 സ്റ്റോപ്പായി. വിൻഡോസ് 7
നിങ്ങൾ ഞാൻ പറയുന്ന വി ആർ യൂസിങ് ടെക്നോളജി. നിങ്ങൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. യു ഷുഡ് സ്റ്റേ ഇൻഫോം. എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണ് ചേഞ്ചസ് വരുന്നത് നമ്മൾ അറിയുന്നില്ല. സോ വിൽ ബി അറ്റ് ദ ലൂസേഴ്സ് എൻഡ്. നമ്മൾ അതുകൊണ്ട് വി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. റാൻസം വെയറിന്റെ ഡാമേജ് കോസ്റ്റ് ബില്യൺസ് നടന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്നത് ഞാൻ പറഞ്ഞ വിൻഡോസ് 7 അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും പ്ലീസ് അപ്ഡേറ്റ് വിത്ത് യുവർ IT in charge whether it is running Windows 7. If it is running, tell them to upgrade. Otherwise, hospital will lose all your data. So again, നമ്മൾ ഇപ്പോഴും പറയും ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കും. കേട്ടിട്ടില്ലേ? എനിക്ക് ലോട്ടറി അടിച്ച് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്റർനെറ്റിലൂടെ എനിക്ക് മെയിൽ വന്നു, എനിക്ക് മെസ്സേജ് വന്നു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം 50,000 കൊടുത്തു, പിന്നെ 1 ലക്ഷം കൊടുത്തു, പലതും കൊടുത്തിട്ടൊന്നും ഇത്രയും 100 കോടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റംസ് ക്ലിയറൻസ് ഫീസ് ഇതൊക്കെ കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് പറ്റിക്കപ്പെടുന്നതാണ്. ഇപ്പോഴും അങ്ങനത്തെ സംഭവിക്കുന്നുണ്ടോ? പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്, പല രീതിയിൽ. ലോട്ടറി അന്ന് ലോട്ടറി ആണെങ്കിൽ ഇന്ന് വേറെ രീതിയിലാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വേറെ രീതിയിലാണ് മാത്രം. ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. OTP ബാങ്കിങ് ഫ്രോഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, പാസ്വേഡ് വന്ന പിൻ നമ്പർ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് ഷെയർ ചെയ്ത് വന്ന മഹത് വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈസ് ചാൻസലർ 50,000 രൂപ പോയി കഴിഞ്ഞ മാസം. സാധാരണക്കാരുടെ വീട് അവർക്കൊക്കെ. അടുത്ത ആള് SBIയിലെ ചീഫ് മാനേജർ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത മനുഷ്യൻ 50,000 രൂപ പോയെന്ന് പറഞ്ഞു വന്നിരിക്കുക. എന്താ ചെയ്യുക ഇവർക്ക്? നിങ്ങൾ പറയാം എന്ത് ചെയ്യും? പിന്നെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഹൈക്കോർട്ട് ജഡ്ജ്, ഇത് സംഭവിക്കുന്നതാണ് ഇപ്പം. സോ there are no freebies. ഫ്രീ ആയിട്ടൊന്നുമില്ല. നിങ്ങൾ എടുക്കാത്ത ലോട്ടറി നിങ്ങൾക്ക് അടിച്ചു എന്ന് പറഞ്ഞ് വരിക, നിങ്ങൾ എടുക്കാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് അടിച്ചു എന്ന് പറയാം. എന്താ പറയാ നിങ്ങളോട്? എത്ര പറഞ്ഞാലും എത്രയൊക്കെ ബോധവൽക്കരണം ചെയ്താലും പിന്നെ ഇത് തന്നെ കമ്മിറ്റ് ചെയ്യും. സോ അതിലൊരു ഞാൻ പറയാം, ഇഗ്നോറൻസ് ഇസ്, അച്ഛൻ പറഞ്ഞ പോലെ there is an ignorance factor in there. വളരെ ചുരുക്കമാണത്. ഇഗ്നോറൻസ് ഉണ്ടായിട്ട് there is a good social engineering is there. ഫോർ എക്സാമ്പിൾ, ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സീനിയർ സർജൻ ആയിരുന്നു. സർജൻ എപ്പോഴായിരിക്കും ബിസി? നിങ്ങൾ പറയാം, എപ്പോഴായിരിക്കും സർജൻ? വെൻ ഈസ് ദ സർജൻ ബിസി? വെൻ ഹി ഈസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. എപ്പോഴായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ? രാവിലെ അല്ലേ? ഒരു 8:30, 9:30 he'll be studying on what operation he is going to do. ആ സമയത്താണ് ഇയാളെ എടുത്ത് ആ കോൾ വരും. സോ he was very busy with other things. അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് റിലേ കിട്ടിയില്ല. പുള്ളി പെട്ടെന്ന് അത് വൈഫിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, അതിലോട്ട് പാസ്വേഡ് ഒന്ന് വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഒരു ഇത് വരും, നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. സോ അതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞത്. ദേ ഈസിലി പ്രൊഫൈൽ പേഴ്സൺ, വെരി ഈസിലി പ്രൊഫൈൽ. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു ഡോക്ടറിന് ഒരു നല്ലൊരു ഓഫർ വരികയാണ്, വെരി ബിഗ് ഓഫർ, വലിയ മൾട്ടി ഇതായിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആളെ വിളിച്ചിട്ട് പറയുന്നത് യു വിൽ ഗെറ്റ് ഡബിൾ, 4 ഇരട്ടി ശമ്പളം ഞങ്ങൾ തരാം, നിങ്ങൾ യു കം ഫോർ എ ഡിന്നർ അറ്റ് താജ്. അപ്പം പുള്ളി നേരെ താജിൽ ഡിന്നറിന് പോവാണ്. അതിന് വിളിച്ചല്ല, ഫാമിലി ആയിട്ട് വിളിച്ചല്ല, ചെന്ന് എന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് മകനെ MBBS വിടണ്ടേ, +2 കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വാസ് സ്റ്റണ്ട്. എൻ്റെ മകൻ +2-നാണ്, എന്നെക്കാളും കൂടുതൽ ഈ ആൾ എന്നെ പ്രൊഫൈൽ ചെയ്തിരിക്കുകയാണ്, എൻ്റെ മകനെ എവിടെ വിടണം എന്നൊക്കെ പ്രൊഫൈൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ വാസ് ഗിവിങ് അത്ര വലിയ ഓഫർ കൊടുക്കുകയാണ്. അപ്പൊ പുള്ളിക്ക് സത്യം പറഞ്ഞ് മനസ്സിലായില്ല ഇത് എങ്ങനെ എന്നെ കുറിച്ച്, എൻ്റെ ഫാമിലി, എൻ്റെ ഐഡിയാസ്, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ മക്കളുടെ ഭാവി വരെ ഹി ഹാസ് പ്രെഡിക്റ്റഡ് ഇറ്റ്. ഹി ഹാസ് പ്രൊഫൈൽഡ് മീ ഇൻ എ വെരി ഗുഡ് വേ. സോ ദാറ്റ് ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആൻഡ് സൈ ഇൻ എവറി ഡൊമൈൻ ഈസ് ദർ, എല്ലാ ഡൊമൈനിലും. അപ്പൊ അതാ പറഞ്ഞ ആ രീതിയിൽ പ്രൊഫൈൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കോൾ വരുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ബാങ്കിന്റെ ഭാഗത്തുനിന്ന്, ബാങ്ക് ഒരിക്കലും ഫോൺ മുഖാന്തരം ഒരു കാര്യം ചോദിക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. ഒരു ഇൻഫോർമേഷനും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നെവർ എവർ ഷെയർ. നിങ്ങൾ എടുത്ത പൈസ മുഴുവൻ വെറും വിത്തിൻ സെക്കൻഡ്സ് ഇറ്റ് വിൽ ബി ഗോൺ. വിത്തിൻ സെക്കൻഡ്സ്.
ഇതെല്ലാം ട്രേസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിലെ ഈ പറയുന്ന നോയിഡ, ഗുർഗ്രാം അങ്ങനെയുള്ള വളരെ ഇതായിട്ടുള്ള ഏരിയകളിലോട്ടാണ് ഈ ഞങ്ങൾ ട്രേസ് ചെയ്ത് അഡ്രസ്സ് ട്രേസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആ ഗ്രാമത്തിലൊക്കെ ഒരാളെ തല്ലിക്കൊന്നാൽ പോലും ഒരു ആക്ഷൻ ഇല്ലാത്ത സ്ഥലത്തോട്ട് എൻ്റെ 50,000 പോയി എന്ന് പറഞ്ഞ് ചെല്ലാൻ നമുക്ക് പറ്റില്ല. ആ രീതിയിലുള്ള അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടത്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ദർ ആർ നോ ഫ്രീ ബീസ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും തരുമോ? സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദ ഫ്രീ ബീസ്. അഗെയിൻ വൺസ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട്സ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുകയോ ഇതോ ചെയ്ത് കഴിയുമ്പോൾ you should have the guts to say no, or ignore, or unfriend, or block that person. Where to draw the line? എവിടെ നമ്മൾ ആ വര വരയ്ക്കണം എന്നുള്ളത് be very definite about it. അല്ലാതെ don't be very naive about it. എനിക്ക് പറ്റില്ല, ഒരിക്കൽ നിങ്ങൾ പറ്റില്ല, നിങ്ങൾ അതിലൊരു റിലക്റ്റൻസ് കാണിച്ചാൽ he will tax on that. അത് അയാൾ അതിൽ കയറി പിടിച്ചു വരും. സോ once where to say no, where to block a friend, where to unfriend it, be very definite about it. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നോ എന്ന് പറഞ്ഞാൽ നോ. അതിനുള്ള ധൈര്യം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ കാണിക്കുക. സോ ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് അബൌട്ട്. അഗെയിൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും കോമൺ സെൻസ് എന്ന് പറയും, വിച്ച് ഈസ് നോട്ട് വെരി കോമൺ നൗ ഓഫ് കോഴ്സ്. സോ ഓൺ സേഫ്റ്റി ആയാലും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും കോമൺ സെൻസ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അറ്റ്ലീസ്റ്റ് 1, 2, 3 പ്രാവശ്യം ചിന്തിക്കുക, അടുത്ത ആളോട് ചോദിക്കുക. ഇഫ് യു ആർ ഇഗ്നോറന്റ് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ആസ്ക് സംവൺ. അഗെയിൻ ഈ ഇഗ്നോറൻസിന്റെ കൂടെ വരുന്ന വേറൊരു കാര്യമാണ് ഗ്രീഡ് എന്നുള്ള ഫാക്ടർ. എനിക്ക് 100 കോടി അടിച്ചു, ഞാൻ ആരോടും പറയില്ല. അഥവാ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആൾ ചോദിക്കില്ല, ഒരു 10 ലക്ഷം താളെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ. ഗ്രീഡ് ഈസ് ദർ, സോ ഹി വിൽ നോട്ട് ടേക്ക് സേഫ്. ആരോടും പറയില്ല. അത് 50,000 പോയി 1 ലക്ഷം പോയി 6, 7, 8 ലക്ഷമൊക്കെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ആളോട് പറയും കൊടുത്തു. So what is the factor there? The greed is there. Not only ignorance. So ignorance and greed coupled with greed. So again, what I am saying is the common sense. പത്രം എന്ന് പറഞ്ഞത് വായിക്കില്ല. ഒരു പത്രം എല്ലാ ദിവസവും ഉണ്ടാവും. ലോട്ടറി അടിച്ചു പോയി, അത് പോയി, ഇത് പോയി. നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മൾ നോക്കും, ആദ്യം ചെയ്യുന്നത് എന്തായിരുന്നു? ഇന്നത്തെ കാലത്ത് ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നത്? ചായ കുടിയൊന്നുമല്ല, ആദ്യം തന്നെ ഫോണാണ് ഓൺ ചെയ്യണം. ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം ഫോൺ. വാട്ട് ആർ ദ വാട്സ്ആപ്പ് മെസ്സേജസ്, വാട്ട് ആർ മൈ അപ്ഡേറ്റ്സ് കം, ഫസ്റ്റ് അറിയുന്നത് അതാണ്. സോ നമ്മൾ ആ രീതിയിലേക്ക് മാറി. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഗുഡ് കോട്ട് ദാറ്റ് ഐ ഗോട്ട്. ഇറ്റ്സ് 1,000 times better to have a common sense without education than to have education without common sense. വിദ്യാഭ്യാസമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, വളരെ MA PhD ഒക്കെ. നോ കോമൺ സെൻസ് ഇസ് ഹീസ് ബുക്കിലുള്ള എല്ലാം അറിയാം. Doesn't know what is happening in the society. Again goes to good practice, locking your device. ഏറ്റവും റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിലാണ്, ഒരു മാധ്യമ സ്ഥാപനത്തിലാണ്. എവരിബഡി ഹാവ് ഡെസ്ക്ടോപ്പ് ഉണ്ട് എല്ലാവർക്കും. ഈ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇയാൾ ചായ കുടിക്കാൻ പോയി തിരിച്ചു വന്നു. ഇയാൾ വർക്ക് ചെയ്തു. ദ നെക്സ്റ്റ് ഡേ MD അടുത്ത് നിന്ന് മെയിൽ വരാണ്, നിങ്ങൾ ഇന്ന ഡേറ്റിൽ ഇന്ന ആൾക്കാർക്കെതിരെ ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള മെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ അയച്ചിട്ടില്ല, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ, നമ്മളെല്ലാ ഫോണും നമ്മുടെ പിന്നിട്ട് ലോക്ക് ചെയ്യും അല്ലേ? യു ഹാവ് ലോക്സ്. സോ നെവർ ഡു വി ഹാവ് ഡെസ്ക്ടോപ്പ്. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലമായിക്കോട്ടെ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പിന്റെ ഇതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു ഷുഡ് ലോക്ക് ദ ഡിവൈസ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് ഫോർ ലോക്കിംഗ് ദ ഡിവൈസ്? വിൻഡോസ് പ്ലസ് ഷോർട്ട് കട്ട് കീ ഉണ്ട്. എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകുക. എന്താ വെച്ചാൽ ഈ ആൾക്ക് സംഭവിച്ചത്, പിന്നെ ഇയാൾ ഓടി നടക്കേണ്ടി വന്നു. ഞാനല്ല അത് ചെയ്തെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എത്ര ദിവസം നടക്കുന്നു. ഇപ്പോൾ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് റിസോൾവ്. എന്ന് വെച്ചാൽ അയാളുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് പോയിക്കണം. ഹൗ ക്യാൻ ഹി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഹി ഹാസ് നോട്ട് കമ്മിറ്റഡ് ഇറ്റ്? എന്താണ് അയാൾ ചെയ്ത മിസ്റ്റേക്ക്? സിമ്പിൾ മിസ്റ്റേക്ക്. ഗുഡ് പ്രാക്ടീസ് ഓഫ് ലോക്കിംഗ് ദ ഡിവൈസ് വെൻ യു ആർ നോട്ട് ഇൻ ദ. നിങ്ങളെല്ലാം ജോലി സ്ഥലങ്ങളിൽ സംഭവിച്ച ഒരു ക്രൈമാണ് ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയാൻ കാര്യം. സോ ബി വെരി കെയർഫുൾ അബൌട്ട് നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് യു വിൽ ബി യൂസിങ് ലാപ്ടോപ്സ്, റൈറ്റ്? അല്ല, യുവർ ഡെസ്ക്ടോപ്സ്. സോ ഇഫ് യു ആർ നോട്ട് ദർ, any person who has having an enmity against you can easily trap you. So be very careful about it. Again, ഈ 2-factor authentication കേട്ടിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഇമെയിലും
സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് 2-factor authentication? കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ഇന്ന് തന്നെ ചെയ്യണം 2-factor. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി. സോ ടുഡേ ഗൂഗിൾ ഈസ് ദ ഭഗവാൻ. വാട്ട് എവർ യു ആസ്ക് ഗൂഗിൾ, he gives the answer. So just Google for 2-factor authentication. This is just simply നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. വേറൊരാൾ എവിടെന്നെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളുടെ പാസ്വേഡ് അറിയുന്നത്? സോ അങ്ങനെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് വരും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഫാക്ടർ authentication that is coming to your mobile phone. Whoever has even attempted to log in from your Facebook or email or whatever accounts you have. So enable that with your, sync it with your mobile phone number so that the PIN number comes to your mobile. അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് കൊടുത്തുകൂടെ സെക്യൂർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ക്ലിയർ അബൌട്ട് ഇറ്റ്. മനസ്സിലാവണ്ടേ ഞാൻ പറയുന്നത്? ഉറങ്ങാന്നോണ്ട് കുറച്ച് പേര്. ഓക്കെ, സോ ഹൗ ടു യൂസ് ദ ഫേസ്ബുക്ക് ഒരു നട്ട്ഷെല്ലിൽ ഞാൻ ജസ്റ്റ് എന്ന് പറയാണ്. തിങ്ക് ബിഫോർ യു പോസ്റ്റ്. ഏത് പോസ്റ്റ് ചെയ്യാതിരിക്കുക. കണക്ട് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയും. എനിക്ക് 2000 ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ. ചോദിച്ചു കഴിയുമ്പോൾ പറയാം അതിൽ 100 പേരെ പോലും അറിയില്ല. 100 പേരെ പോലും അതിനകത്ത് അറിയില്ല. 2000 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും ഞാൻ എൻ്റെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എൻ്റെ ഫ്രണ്ട്സിന് മാത്രം കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറയും. ഉള്ള ഫ്രണ്ട്സ് ഏതാന്ന് പോലും അറിയില്ല. 1000 ഫ്രണ്ട്സ് ഉള്ള 1000 പേരെ എങ്ങനെയെങ്കിലും അറിയോ? കിട്ടുന്നവരൊക്കെ ആഡ് ചെയ്യുക. എനിക്ക് 1000 ഫ്രണ്ട്സ് ഉണ്ട്. I suppose that I have 2000 followers in my Facebook or Instagram. ഫേസ്ബുക്ക് പോട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൾക്കാരാണല്ലോ നിങ്ങളുള്ളത്. അപ്പം ഇൻസ്റ്റാഗ്രാം. So again, be kind to others. Don't share your password. Already I said, keep your security settings private and don't be hurtful to others. വളരെ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇതാണ് being hurtful to others. ഡിഫോമേഷൻ അല്ലെങ്കിൽ. സോ വേർഡ്സ് ആർ വെരി വെരി പവർഫുൾ, എസ്പെഷ്യലി ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഇവിടെ നിന്ന് ഞാൻ ഈ കാണുന്ന വ്യക്തി എന്തെങ്കിലും പറഞ്ഞത് അവിടെ തീരും, വേറെ ആരും കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പോസ്റ്റ് ഇൻ ദ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം, ദ ഹോൾ വേൾഡ് സീസ് ഇറ്റ്. ഈവൻ ഇഫ് യു ഡിലീറ്റ് ഇറ്റ്, സംബഡി മൈറ്റ് ഹാവ് സേവ്ഡ് ദാറ്റ് സ്ക്രീൻഷോട്ട്സ് ആൻഡ് ഹി ക്യാൻ ഈസിലി സർക്കുലേറ്റ്. ഒരിക്കൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ ഇറ്റ്സ് ഫോർ എവർ, യു കനോട്ട് ഡിലീറ്റ് ഇറ്റ്. So be very careful, use the words very powerfully. Words are very powerful, use them wisely. Clear? എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയിൽ. യു കനോട്ട് ഡിലീറ്റ് ഇറ്റ്. സോ സൈബർ ബുള്ളിങ്, ഇതൊരു നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ട ഒരു സൈബർ ബുള്ളിങ്. വാട്ട് ഈസ് സൈബർ ബുള്ളിങ്? കേട്ടിട്ടുണ്ടോ സൈബർ ബുള്ളിങ് എന്താണ്? I'll just before that I think before you post ഈ ഒരു ഇതും കൂടി വളരെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക. വെദർ ഇറ്റ് ഈസ് ട്രൂ, വെദർ ഇറ്റ് ഈസ് ഓണസ്റ്റ്, ഇൻസ്പയറിംഗ്, നെസസറി ആൻഡ് കൈൻഡ്. ജസ്റ്റ് ദ വേർഡ് തിങ്ക് നിങ്ങൾ വളരെ രജിസ്റ്റർ ഇൻ യുവർ മൈൻഡ് ബിഫോർ യു പോസ്റ്റ് എനിത്തിങ്. സോ വാട്ട് ഈസ് സൈബർ ബുള്ളിങ്? ഇഫ് യു ആർ ബീങ് harassed, tormented, humiliated, threatened or embarrassed through digital media. ഇതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് കേസ് നമുക്കുണ്ടായിരുന്നത്, ലേറ്റസ്റ്റ് പെട്ട 2017 ഉണ്ടായിരുന്ന MBBS സ്റ്റുഡൻറ് committed suicide. When we analyzed his phone, her phone, we could understand that she was a victim of cyberbullying. She was being cornered through the means. എല്ലാവരും സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമിലാകുമ്പോൾ ഒരു ചെറിയൊരു വാക്കോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒരു പോസ്റ്റോ becomes very hurtful to the extent she committed suicide. It's a very big crime. So in case if you are facing a cyberbullying, you can report it to police. Of course, the first step that you should do is log off from that platform. നിങ്ങളത് പിന്നെ കാണുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത്. So you can block that person and record it or take the screenshot of it to lodge a complaint. സൈബർബുള്ളിങ് നിങ്ങളുടെ ഏതെങ്കിലും മേഖലയിൽ, നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്, നിങ്ങൾ നാളെ ജോലിക്ക് ചെയ്യാനും വേറെ പല പല കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും, അവിടെയൊക്കെ വരികയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണത്. സോ അഗെയിൻ ഗോസ് ടു മൊബൈൽ ഫോൺ അഡിക്ഷൻ. ദിസ് ഈസ് വാട്ട് മൊബൈൽ ഫോൺ ഹാസ് ബിക്കം. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റാൽ തന്നെ ആദ്യം നോക്കുന്നത് മൊബൈൽ ആണ്. ഇന്ന് ലോകത്ത് എവിടെ പോയാലും കാണുന്നത്, എവിടെ പോയാലും ഇതാണ് അവസ്ഥ. മൊബൈൽ ഫോൺ ഇങ്ങനെ ആയിരിക്കും. ഏത് സ്ഥലത്ത് പോയാലും
ഇതൊരു വീഡിയോ ഞാൻ ഈ അടുത്ത് ഇതിൽ കണ്ടതാണ്. പ്ലേ ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ കുഡ് സീ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച ആള് he wants down. സോ ഈ ലെവലിലോട്ട് പോയി നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളല്ല. സോ ബി വെരി കെയർഫുൾ അബൌട്ട് യൂസിങ് മൊബൈൽ ഫോൺ. ഇതെല്ലാം നടന്ന CCTV ഇൻസിഡന്റ് ആണ് ഇത് പറയുന്നത്, നടന്ന കാര്യമായി പറയുന്നത്, വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. മനുഷ്യനോ എങ്ങോട്ടാ പോകുന്നത്, ഏതിലേക്കാ പോകുന്നതെന്ന് പോലും വെളിയില്ലാത്തൊരു അവസ്ഥയിലോട്ട് മാറി. സോ ഫിസിക്കൽ എഫക്ട്സ് ഇസ് ഹാസ് ഗോട്ട്. സ്ലീപ്പ് ഡിസോർഡർ വരുന്നു, കാർപ്പൽ സിൻഡ്രോം, യു ക്യാൻ നോ ബെറ്റർ ദാൻ മീ, ആൻഡ് ട്രൈ ഹൈ. So these are the main health effects it has come. Again, using it in the dark, light off ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലേ? വാട്ട് ഈസ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം? അതിന് മലയാളത്തിൽ എന്ത് പറയും? പെടലി എന്ന് പറയും. അതുപോലത്തെ ലെവലിലോട്ടായിരിക്കും ദിസ് ഇസ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം ദാറ്റ് ഹാസ് കം ഇൻ. സോ the correct posture of using, if it is practical, you can use it in this way. Is it possible to use it like this? Not impossible. Is it impossible, right? So again, we have de-addiction centers. The first de-addiction center in Kerala is in Kochi. Internet de-addiction center തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ലിസി ഹോസ്പിറ്റൽ ഉണ്ടോ? തുടങ്ങേണ്ടി വരും അടുത്ത് തന്നെ. ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അവിടെ രാജഗിരി സോഷ്യൽ സയൻസ് സ്കൂളിൽ ഗെയിമിംഗ് അഡിക്ട്സ്, പിള്ളേർ അത്രയ്ക്കധികം ഗെയിം അഡിക്റ്റ് ആയിട്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നത്, ഞാനിതുപോലെ ക്ലാസ് എടുത്ത സ്ഥലത്ത് ടീച്ചർ വന്നിട്ട് പറയുകയാണ്, ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ മകൻ ഇതുപോലെ +10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, പാസ്സായി. +2 he got full A+. അപ്പം അച്ഛൻ എന്ത് ചെയ്തു? he gave a beautiful gift to you, a brand new smart mobile phone with good internet connection. He got admission for BTech. The first semester itself, he got 0 marks for everything. ഒന്ന് ആലോചിച്ച് how well within months താഴത്ത് പോയി പയ്യൻ 16 hours അറ്റ് സ്ട്രെച്ച് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ. 16 hours അത്രയ്ക്ക് അഡിക്റ്റ്. ഇയാളുടെ അടുത്ത് ഈ മൊബൈൽ ഫോൺ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ് അഡിക്ട്സ് കാണിക്കുന്ന വിഡ്രോവൽ സിംറ്റംസ് കണ്ടിട്ടുണ്ടാകും, അതുപോലത്തെ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. സോ he had to be taken to de-addiction centers. ഇന്റർനെറ്റ് ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും. അതുപോലെ ഇന്റർനെറ്റ് ഡി-അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കുട്ടികൾ ആ ലെവലിലോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രഗ് പോലെ തന്നെ ഒരു ഇതായി പോയി മൊബൈൽ ഫോൺസിൽ കാണിക്കുന്ന. സോ ടേക്ക് എ ബ്രേക്ക് ഫ്രം ടെക്സ്റ്റിംഗ്. നമ്മള് പരിണാമം നടന്ന് പിന്നെ തല കുടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ why are ഇന്റർനെറ്റ് ചോദിക്കുകയാണ്, ഐ ആം യൂസിങ് യു ബിക്കോസ് യു ആർ ഫ്രീ. ആണോ? ശരിയാണോ? പക്ഷെ ഇന്റർനെറ്റ് പറയുന്നത് നോ, ബിക്കോസ് യു ആർ ഫ്രീ എന്നാണ് ഇന്റർനെറ്റ് പറയുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിച്ച് GPS ഇല്ലാതെ ഒരു സ്ഥലത്തും വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലായി. ഇവൻ ബാത്റൂമിലോട്ട് പോകണമെങ്കിൽ ഈ വാണ്ട്സ് യൂസ് GPS. അതാണ് ആയിരിക്കുന്നത്. സോ ദർ ഇസ് എ ന്യൂ ടേം കമ്മിങ് ഹിയർ, ഇറ്റ്സ് കോൾഡ് വെബ് ഗൂഫ്. എന്താണ് വെബ് ഗൂഫ്? ഞാൻ പറയാം, വി ഓൾ ആർ വെബ് ഗൂഫ്സ്. Who is a web goof? He's a well-educated person who believes anything and everything coming to internet through WhatsApp. എന്ത് വാട്സാപ്പിൽ വന്നോ ഉടനെ തന്നെ നാസ പറഞ്ഞു നാളെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ വാട്സാപ്പ് മെസ്സേജ് ഇപ്പോഴും ആൾക്കാർ ഫോർവേഡ് ചെയ്തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ പറയാ, ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് ഈ ലാൽ ജോസ് നേരിൽ കണ്ട വീഡിയോ എന്ന് പറഞ്ഞിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. രക്ഷിതാക്കളെ സൂക്ഷിച്ചു വളർത്തുക. എന്നാൽ ലാൽ ജോസ് പിറ്റേ ദിവസം കംപ്ലൈന്റ് ആയിട്ട് വരികയാണ് ഞങ്ങളുടെ അടുത്ത്. ഞാനല്ല അത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പേരിൽ ആരോ, എൻ്റെ സൗണ്ടിൽ ആരോ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പേരിലാണ്. കറക്റ്റ് അതുപോലത്തെ സൗണ്ട് തന്നെ, ലാൽ ജോസിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ അതേ സൗണ്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്ന ഒരു വീഡിയോ. അപ്പൊ നമ്മൾ വിചാരിക്കും ലാൽ ജോസാണ് പറഞ്ഞിരിക്കുന്നത്, ഉടനെ എടുത്ത് ഫോർവേഡ് ചെയ്യാൻ അടുത്ത 16 പേർക്ക്. ബി വെരി കെയർഫുൾ, ട്രൈ ടു നോ ദ ജെനുവിനിറ്റി ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ സ്കൂൾ പ്രോഗ്രാം, ഈ ഹാമർ ത്രോ തലയിൽ കൊണ്ട് ഒരു കുട്ടി മരിച്ചില്ലേ സ്കൂൾ ഗ്രൗണ്ടിൽ, ആ കുട്ടിയുടേതാണെന്നും പറഞ്ഞിട്ട് പാട്ട് പാടി, ആ കുട്ടി പാട്ട് പാടിയ ഒരു വീഡിയോ എന്നും പറഞ്ഞിട്ട് സർക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ പാട്ട് പാടിയുടെ കുട്ടിയുടെ അച്ഛൻ കംപ്ലൈന്റ് ആയിട്ട് പിറ്റേ ദിവസം വരികയാണ്.
ഇത് ആ മരിച്ചുപോയ കുട്ടികൾ ഇത് എൻ്റെ മകനാണ് എന്നും പറഞ്ഞിട്ട് പരാതിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളായിരിക്കും ആ മരിച്ചുപോയ കുട്ടിയുടെ പാട്ടാണല്ലോ, നേരെ ഫോർവേഡ് ചെയ്തേക്കാം 10 പേർക്ക്, നേരെ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യാം. സോ ഡോണ്ട് ബി എ വെബ് ഗൂഫ്. അത് നമ്മൾ ബി വെരി കെയർഫുൾ. വരുന്ന വീഡിയോസ് എല്ലാം ഏകദേശം ഇതുപോലത്തെ വീഡിയോസാണ്. നമ്മൾ വിചാരിക്കും അത് സത്യമാണെന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും അത് സത്യമല്ല. സോ ബി വെരി കെയർഫുൾ അബൌട്ട് what you forward. It's also an example video that I could download from internet. ഇങ്ങനെയാണ്, ഇതുപോലുള്ള വീഡിയോകളാണ് വരുന്നതല്ല. സോ ചെക്ക് ദ ഫാക്ട്സ്, ഡോണ്ട് ബി എ വെബ് ഗൂഫ്. ഇനി ഞാൻ പറയുന്നത്, ഇന്ത്യ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഡെത്ത് ഇൻ സെൽഫി. ഏറ്റവും കൂടുതൽ പേര് മരിച്ചിരിക്കുന്ന ഇന്ത്യയിലാണ്. സെൽഫി എടുത്ത് മരിച്ചു. തമാശയല്ല. സെൽഫി എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ വീണ്ടും ചോദിക്കാം. എവരിബഡി ടേക്ക് സെൽഫി. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്നിട്ട് ആൾക്കാരെ 159 പേരോളം വെച്ചിട്ടുണ്ട് ഇതുവരെ. ഇറ്റ്സ് സ്പ്രെഡിങ് ലൈക്ക് എ വൈറൽ ഡിസീസ്. ഇപ്പോ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ അതിലും ഫാസ്റ്റ് ആയിട്ടാണ് ഈ സെൽഫിയുടെ ഒരു ഇത് ഫോളോ ചെയ്യുന്നത്. എവിടെ ചെന്നാലും, ട്രിപ്പ് പോയിക്കോട്ടെ, എവിടെ നിന്ന് എങ്ങനെ സെൽഫി എടുക്കണമെന്ന് അറിയില്ല. മൃഗശാല പോയി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ മുമ്പിൽ നിന്നായാലും ഫോട്ടോ എടുക്കുക എന്നുള്ള ഇതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അമൃതയിലുള്ള ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായത് ദുഷര. ഇത് എഫിജി ബേൺ ചെയ്യാറ്. ആൾക്കാർ ഈ റെയിലിന്റെ ഇരുന്നിട്ട് ഇത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോ എടുത്ത് ഒരുപാട് പേര് മരണപ്പെട്ടു. ഇത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ട ഒരു ഇതാണ്. ഈ പയ്യൻ ഈ എന്തെന്നാ ടിക്ടോക്കോ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി നടന്ന് ആണ് ഇതെടുത്തോണ്ടിരിക്കുന്നത്. ഡെത്താണ് ഞാൻ പറഞ്ഞത്. എത്ര ഒരുപാട് പേര് ലോകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞു. ഈ നമ്മൾ ഈ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന സാധനം വെച്ചിട്ട് മരിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 159 പേരാണ് ഇതുവരെ മരിച്ചതായിട്ട് കാണുന്നത്. സോ ഡോണ്ട് ബി ദ 160th. ബി വെരി കെയർഫുൾ. ജസ്റ്റ് ഒരു പറയാം, എവിടെയും സെൽഫി എടുക്കുന്നത് നെവർ ടേക്ക്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ സെൽഫി എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. റൂഫ് ടോപ്പ് വെറുതെ നിൽക്കുന്ന ആളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് നീ വിചാരിക്കുന്നത് അയാളെ ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ടാക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. യൂസ് യുവർ ബെസ്റ്റ് ജഡ്ജ്മെന്റ്. ഡോണ്ട് പുട്ട് അതേഴ്സ് ഓൾസോ ഇൻ ടു. സെൽഫി എടുത്തെടുത്ത് ഈ നഴ്സുമാര് കാണിച്ച പണി അറിയോ? ഡെഡ് ബോഡിയുടെ ഒപ്പം നിന്ന് സെൽഫി എടുത്ത് ഏതോ സെലിബ്രിറ്റിയാണ് മരിച്ചത്. So in your profession also, try to understand where to take and when to take selfies. Doctors were fired, nurses were fired. Taking selfies with the celebrity patients who are deceased. മരിച്ചുപോയ സെലിബ്രിറ്റീസിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു. അങ്ങനെ മരിച്ചുപോയ എടുത്ത ജോലി നഷ്ടപ്പെട്ട കേസുകളുണ്ട്. So even a website has come, selfie to die for all. So let the likes of your selfie not turn to rest in peace. Again, everybody uses mobile phones. Mobile phone നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ. So be very careful about what you record in mobile phone. Take backups regularly. For example, ഈ മൊബൈൽ ഫോൺ ഇന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കോൺടാക്ട്സും പോയി, എവറിത്തിങ് പോയി. ഇന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കംപ്ലൈന്റ് വരാറുണ്ട്. ഈവൻ ഫ്രം എ തമിലിയൻ കംസ് ടു അവർ ഓഫീസ്, സാർ മൊബൈൽ ഫോൺ തൊലഞ്ഞു പോച്ചു സാർ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതുപോലെ വലിയ വലിയ ആൾക്കാരും വന്നിട്ട് പറയാറുണ്ട്, സാർ മൈ മൊബൈൽ ഫോൺ ലോസ്റ്റ്, ഐ വോണ്ട് ടു സേ. എന്നുവെച്ചാൽ ആ റേഞ്ച് മുതൽ ഈ റേഞ്ച് വരെയുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം നഷ്ടപ്പെട്ട എന്താ? all their contacts, all their pictures, all their banking accounts, everything they lost. So be very careful about what you take. So take backup regularly. അതൊരു റൊട്ടീൻ ആകുക. ഇത് എപ്പോഴാണ് ഏത് സമയത്താണ് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. Can you guarantee that it will not get lost? It will not get crashed? It will not be infected? So be very careful about the contacts you are backing up. Again, IT Act, ഇതിന്റെ നിയമവശം പറയുമ്പോൾ ഞാൻ പറയാം, just remember one thing. ഒറ്റ IT ആക്ട് പ്രകാരം 2008 അതൊരു അമെൻഡ് ചെയ്യുകയും ചെയ്തു. 2010 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നത്. അതിൽ ഏറ്റവും ഇത്രയും കാര്യം, ഒരു സൈബർ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ മിനിമം 3 years imprisonment is there. Minimum 3 years imprisonment is guaranteed.
3 yearsൽ കുറഞ്ഞുള്ള ഒരു ശിക്ഷയും IT ആക്ടിൽ പറയുന്നില്ല. സോ ബിഫോർ കമ്മിറ്റിംഗ് എ ക്രൈം, ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. സ്പ്രെഡ് ദ അവയർനെസ് ദാറ്റ് IT ആക്ട് യു വിൽ ഗെറ്റ് മിനിമം 3 years ബിഹൈൻഡ് ദി ബാസ്. ഏത് ക്രൈം സൈബർ ക്രൈം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കും, യു മീൻ ടു ടെൽ ടു മീ ഞാൻ ഇതിനൊക്കെ അതീതനാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്കിതൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന ഏറ്റവും വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു സ്ക്രീൻഷോട്ടാണിത്. ഞാൻ പോലീസുകാരനാണ്, എനിക്കിതൊന്നും, ഞാൻ ഇതൊക്കെ അന്വേഷിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് സംഭവിച്ചു പറയാം. ഒരു ഞായറാഴ്ച വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ പെട്ടെന്ന് മെസ്സേജുകൾ വരിക, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സത്യം പറഞ്ഞു, ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ക്രെഡിറ്റ് കാർഡ് ആരും യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഇതായിരുന്നു. ഞാൻ പിറ്റേ ദിവസം SBIയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് there's a claim redressal form, you can fill it out and give. ഇത്രയേ ഉള്ളൂ. ഞാൻ OTP ഒന്നും ഷെയർ ചെയ്തിട്ടില്ല, വൺ ടൈം പാസ്വേഡ് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. എങ്ങനെ പോയി പറയാമോ? സോ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഇതാണ്, ഞാൻ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ വൺ ടൈം പാസ്വേഡ് വരില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ വിദേശത്ത് ഒരാൾക്ക് അറിയാമെങ്കിൽ അയാൾക്ക് അവിടെ ട്രാൻസാക്ഷൻ നടത്താം. വൺ ടൈം പാസ്വേഡ് വരില്ല, ട്രാൻസാക്ഷൻ നടക്കും. അപ്പൊ ഞാൻ വിദേശത്ത് പോകാത്തിടത്തോളം കാലം ഞാനത് ഡിസേബിൾ ചെയ്തിടണം. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് ആരുടെ കയ്യിലുണ്ടോ അവർ വിദേശത്ത് പോകുമ്പോൾ മാത്രം എനേബിൾ ചെയ്യുക, പർട്ടിക്കുലർ ടൈമിൽ എനേബിൾ ചെയ്യുക, എന്നിട്ട് ഡിസേബിൾ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടി, പക്ഷെ ഞാൻ അതിന് പുറകെ നടക്കേണ്ടി വന്നു. വൈ വാസ് ദാറ്റ്? ആൻഡ് ഇഗ്നോറൻസ്. എനിക്കതറിയില്ലായിരുന്നു. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡിൽ ആവശ്യമില്ലെങ്കിൽ, ആവശ്യമുള്ളപ്പോൾ മാത്രമേ എനേബിൾ ചെയ്യാൻ. സോ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഐ കമ്മിറ്റ്. സോ ഞാൻ ഇതിനൊക്കെ, സോ ദ ഫീലിംഗ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് അഫക്ട് മീ, ദ ഫീലിംഗ് ദാറ്റ് it is not going to happen to my institution, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് സെക്യൂരിറ്റി ഈസ് എ മിത്ത്. ഒരിക്കലും ഇന്നത്തെ കാണുന്ന ഇത് ഔട്ടാണ് നാളെ. ഇന്ന് സെക്യൂർ എന്ന് പറയുന്ന സാധനം നെക്സ്റ്റ് മിനിറ്റ് ഇറ്റ് ഈസ് കോംപ്രമൈസ്ഡ്. ദർ ഇസ് നത്തിങ് ആസ് ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. സോ ടു സെക്യൂർ യുവർ സെൽഫ് ഇസ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ പോലീസിന് സെക്യൂർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ മൊത്തം പോലീസ് ബന്ദോബസ്ത് നടത്താം, DFMD വെക്കാം, അകത്തോട്ട് ആൾക്കാരെ ഫിക്സ് ചെയ്യാം, ഈ ഒരു ഏരിയ ചെയ്യാം. പക്ഷെ ഇന്റർനെറ്റ് ഈസ് ഫാർ ആൻഡ് വൈഡ്. യു കനോട്ട് സെക്യൂർ ഇന്റർനെറ്റ്. സോ യൂസേഴ്സ് ഹാസ് ടു സെക്യൂർ ദംസെൽഫ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെ സെക്യൂർ ആകുക. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ജോലിക്ക് വേണ്ടിയിട്ട് അടുത്ത പല വിദേശങ്ങളിൽ നോക്കും. ജോബ് ഫ്രോഡ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ജോബ് ഫ്രോഡുകൾ പല വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലോട്ട് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഫിഷിംഗ് സൈറ്റ്സ്, ഫേക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും പൈസ ഷെയർ ചെയ്യാതിരിക്കുക. പല ഇത് വരും. പൈസ ഒരിക്കലും ഒരു പോർട്ടലിൽ ചോദിക്കാറില്ല. അഥവാ ജസ്റ്റ് ഡു എ റിസർച്ച് ഓൺ ദാറ്റ് ഓർഗനൈസേഷൻ, അപ്രോച്ച് ദ പോലീസ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്, കൊച്ചി സിറ്റിയിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. നിങ്ങൾ നേരെ പോയി അവിടെ രജിസ്റ്റർ ചെയ്തുള്ള പൈസ മുഴുവൻ കൊടുക്കല്ലേ? ജസ്റ്റ് ചെക്ക് വിത്ത് ദ കമ്മീഷണർ ഓഫീസ് ഓർ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ്. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടോ? കേൾക്കാമോ? രക്ഷയില്ല, കൊണ്ടുപോകും. So be very careful about attending the interviews or applying through online job portals. Be very careful. Check the facts. Do some research. Ask others, all the experts, all the police about before sharing any money or your information through online. Are you clear about it? Okay. Then comes to our Constitution, Article 19 gives us certain freedom. ഇന്നിപ്പോൾ ഈ സിനാരിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസന്റ് സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, we have certain freedom enshrined in Article 19 of our Constitution. These are the freedom of expression,
assemble peacefully, form unions, move freely, reside, settle, practice any profession. Together with this comes certain restrictions. ഇതിൽ ഞാൻ ആറാമത് കാണിച്ചിരുന്ന ഡിഫോമേഷൻ, ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ നടക്കുന്ന ഡിഫോമേഷൻ ആണ് ഏറ്റവും കൂടുതലുണ്ട്. സോ ഈ ഫ്രീഡത്തിന്റെ കൂടെ ഈ 8 റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഈ 8 റെസ്ട്രിക്ഷൻസ് നിങ്ങൾ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ you will be committing a cyber crime. So be very careful about these restrictions. നിങ്ങളുടെ ഓരോ പോസ്റ്റും ഈ ഒരു റെസ്ട്രിക്ഷൻസുകൾ എഫക്ട് ചെയ്യാതിരിക്കുക. സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻ, പബ്ലിക് ഓർഡർ, ഡീസൻസി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡീഫമേഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇന്റർനെറ്റിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഫേസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഫ്രീഡം കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഡീഫെയിം അതേഴ്സ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ യു വിൽ ബി കമ്മിറ്റിംഗ് എ cyber crime. Clear? The way you think, just because you are right does not mean I am wrong. ഞാൻ നോക്കുന്ന രീതി വേറെ രീതി ആകാം. നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും ശരി, എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി. ക്ലിയർ? അതുപോലെ സോ ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളെ കുറിച്ചും പൊളിറ്റിക്സ്, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആണ്. റിലേഷൻഷിപ്പ് ഹാസ് ഗോൺ, ഫ്രണ്ട്സ് ഹാസ് ബിക്കം ഫോഴ്സ്. ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ശത്രുക്കളായി മാറി. എന്തിനെ കുറിച്ച് അടിപിടിച്ചിട്ടാ? നേരിലല്ല, ഈ വാട്സാപ്പിൽ കൂടെ, ഈ ഫേസ്ബുക്കിൽ കൂടെ, ഈ യൂട്യൂബിൽ കൂടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വീഡിയോസും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ഇത് മാത്രമാണ് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ നല്ല ശത്രുക്കളായി. ഇന്ന് ഫ്രണ്ട്സിനോട് സംസാരിക്കാനായിട്ട് പേടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പറയും, എന്റെ വാക്കുകൾ ഏതെങ്കിലും രീതിയിൽ അവനെ ഹർട്ട് ചെയ്യോ. ഫിയർ ഓഫ് ലോസിങ് എ ഗുഡ് ഫ്രണ്ട്. അറിയില്ല അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ എന്തിനു പ്രത്യേകിച്ച് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, ട്രൈ ടു ബി പേഴ്സണൽ, കീപ് ഇറ്റ് ആസ് പേഴ്സണൽ. ഡോണ്ട് സ്പ്രെഡ് ഇറ്റ് ഇൻ വാട്സ്ആപ്പ് ഓർ ഫേസ്ബുക്ക്, എസ്പെഷ്യലി ഗ്രൂപ്പ്സ്. പല അഭിപ്രായങ്ങളുള്ള ആൾക്കാർ വരും, അവർ തമ്മിലുള്ള അടിയാവും. ഇന്ന് കാണുന്നതാണ്, ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അഗെയിൻ ബി ഇൻഫോംഡ് ആസ് എ കൺസ്യൂമർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ്, അല്ലെങ്കിൽ യു വിൽ ബി എ ലൂസർ. നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. സോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് alone cannot protect internet. Once we understand the dangers, we need to tell other people. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അടുത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ബി എ ഗുഡ് നെറ്റിസൺ എന്ന് പറയും. സിറ്റിസൺ പോലെ നല്ല നെറ്റിസൺ ആകുക. Just be aware of who we talk to, what we say and what we share. ഇത്ര അറിഞ്ഞാൽ മതി. Who we talk to, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്. What we say, എന്താണ് നമ്മൾ സംസാരിക്കുന്നത്. What we share. You can be a good netizen. So securing the cyberspace starts with എല്ലാവരും ഉറങ്ങണം. Okay, so be the change. നിങ്ങൾക്ക് ആണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വി ഹാവ് അവർ ലിമിറ്റേഷൻസ്. ലേൺ. ഓരോ ദിവസവും ഉണ്ടാകുന്ന അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം. നാളെ ഒരു പുതിയ മൊബൈൽ ഫോൺ മേടിച്ചു, അതെങ്ങനെ അതിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. യു ക്യാൻ ഇറ്റ്സെൽഫ് ലേൺ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ക്ലാസ്സിലൊന്നും പോകേണ്ട കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങൾ എനേബിൾ ചെയ്യണം, എന്തൊക്കെ ഡിസേബിൾ ചെയ്യണം, ഹൗ ടു സെറ്റ് ദ പ്രൈവസി. പുതിയൊരു അക്കൗണ്ട് തുടങ്ങുമ്പോഴും ജസ്റ്റ് ഗൂഗിൾ ഫോർ ഇറ്റ്, യു ക്യാൻ നോ ഓൾ ദ ഡീറ്റെയിൽസ്. അതിനുള്ളൊരു ഇത് കാണിക്കാൻ. സോ ബി ദ ചേഞ്ച്. സോ സെക്യൂരിറ്റി സ്റ്റാർട്ട്സ് ഫ്രം യു. ഇസ് ദ മെസ്സേജ് ക്ലിയർ? In case of any doubts, you can contact the cyber cell. It's a 24/7 number. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറാണിത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഏത് സമയത്തും വിളിക്കാം. 12 മണി ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, യു ക്യാൻ കോൾ ദിസ് നമ്പർ. ഇത് കൊച്ചിൻ സിറ്റിയിലാണ്. ഇതുപോലെ ഓരോ ജില്ലകളിലുണ്ട്. നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാതെ ആണെങ്കിൽ യു ക്യാൻ മെയിൽ ടു ദിസ് മെയിൽ ID. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോർ എനി ഡൗട്ട്സ് ഐ എം ഓപ്പൺ. 10:30.